ചേച്ചി, ഇരിക്കാവനി. സൗമ്യ, സൗമ്യ. അപ്പുറത്തെ വീട്ടില് ബബ്ലുവിന്റെ ജന്മദിനമല്ലേ? ആണോ? എന്താ കാര്യം? ആ നിഹാരികയോ അതോ ലാവണ്യയുടെ ഗ്യാങ്ങോ മുക്കുത്തിയുടെ കാര്യോ അങ്ങനെ എന്തെങ്കിലും പുതിയ നാടകം തുടങ്ങിയിട്ടുണ്ടോ? എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി അവരോരോന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും ചേച്ചി. പക്ഷെ ഞാനിപ്പോ വന്നത് മറ്റൊരു കാര്യത്തിനാ. എന്താ മോളെ? നാളത്തെ ആഘോഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അച്ഛനും അമ്മയും കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങാൻ പോവാ. കല്യാണത്തിന്റെയോ? അതെ. അപ്പോ ശ്രീകരന്റെ നിഹാരികയുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങൂലേ? 2 കല്യാണങ്ങളും ഒരേ ഡേറ്റിൽ ഫിക്സ് ചെയ്ത് പോയതുകൊണ്ട് 2 കല്യാണത്തിന്റെ ഒരുക്കങ്ങള് നാളെ തന്നെ തുടങ്ങാൻ പോവാ ചേച്ചി. നിഹാരികയുടെ ശ്രീകരന്റെ കല്യാണം 6-ാം തീയതി എന്നൊരു മുഹൂർത്തം കുറിച്ച സമയത്ത് ആ ഡേറ്റ് ആവാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് കരുതി വലിയ ധൈര്യത്തിൽ നിന്നവരാ നമ്മള്. അതിനുള്ളിലെ നിഹാരികയെ കുറിച്ച് സത്യങ്ങൾ അറിഞ്ഞ് അവൾ അവിടുന്ന് പോയിക്കോളും, നിന്നെ കുറിച്ച് സത്യങ്ങൾ അറിഞ്ഞ് നിന്നെ ആ വീട്ടിലെ മരുമകളാക്കൂ എന്ന് സ്വപ്നം കണ്ടവരല്ലേ നമ്മള്. ഛേ, എന്നിട്ടിപ്പ എന്തായി? കല്യാണ ദിവസം ഇങ്ങ് അടുത്തെത്തിയില്ലേ? പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നീ ഇത് പറഞ്ഞത് കേട്ടപ്പോ തന്നെ എന്റെ കയ്യും കാലും ഒക്കെ വിറയ്ക്കുവാ. ശരിക്കും നിനക്ക് എങ്ങനെ ഇങ്ങനെ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്നേ? ലങ്കയിലായിരുന്ന സീതാദേവിക്ക് രാമൻ അയച്ച മോതിരം ധൈര്യം കൊടുത്തതുപോലെ എന്റെ ധൈര്യം ഇതാണ് ചേച്ചി. എന്റെ ഈ താലി എന്നെ സംരക്ഷിച്ചിരിക്കും. ശ്രീകരൻ അവന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നീ പിന്നെ എന്ത് ചെയ്യും? അവസാന നിമിഷമെങ്കിലും തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കൺമുന്നിൽ ഇത്രയൊക്കെ സംഭവിക്കുമ്പോഴും നീ ഇങ്ങനെ ആലോചിക്കുന്നത് കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. മനുഷ്യരെപ്പോഴും ഇന്നത്തെ ദിവസം നല്ലതല്ലെങ്കിലും നാളെ നന്നായിരിക്കും, നാളെ നല്ലത് സംഭവിക്കുമെന്നുള്ള ആഗ്രഹത്തോടെ മുന്നോട്ട് ജീവിക്കുന്നത്. ഈ ലോകത്ത് ഒരുപാട് പെൺകുട്ടികള് കല്യാണം കഴിക്കാൻ പോകുന്ന ആളെക്കുറിച്ച് ഒന്നും തന്നെ അറിയാതെയാണ് തല കുനിച്ച് താലി കെട്ടാൻ നിന്നു കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്നാൽ അതൊരു വിശ്വാസമാണ്. അപ്പൊ ശ്രീകരേട്ടനെ കുറിച്ച് പൂർണ്ണമായിട്ടെല്ലാം അറിയാവുന്ന എനിക്ക് പേടി എന്തിനാ? കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഹായ് സിസ്റ്റേഴ്സ്. നിങ്ങൾ സംസാരിച്ചതെല്ലാം ഞാൻ കേട്ടു, പക്ഷേ ഒരക്ഷരം പോലും എനിക്ക് മനസ്സിലായില്ല. താലി എന്ന് പറഞ്ഞു, കല്യാണം എന്ന് പറഞ്ഞു, നടക്കുമെന്ന് പറഞ്ഞു, നടക്കില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ ഈ പാഠം എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവുന്നേ ഇല്ല. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത നിന്നെ പോലുള്ളവർക്ക് പാഠങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാവാനാ? നരസിംഹത്തെ നിങ്ങൾക്ക് ഇപ്പൊ തീരെ വിലയില്ലാതായിട്ടുണ്ടല്ലേ. പണ്ടൊക്കെ എന്റെ കാൽപെരുമാറ്റം കേട്ടാ പേടിക്കുമായിരുന്നു. ഇപ്പൊ എന്റെ മുമ്പിൽ വെച്ച് സത്യങ്ങള് പേടിയില്ല സംസാരിക്കുന്നു. സത്യങ്ങൾ പറയുന്നതിന് പേടിക്കുന്നത് എന്തിനാ? അത്രയ്ക്ക് അങ്ങോട്ട് വളർന്നോ നിങ്ങള്? വേദവതിയുടെ വീട്ടിലെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നന്നായിട്ട് സമ്പാദിക്കണം. എന്റെ ദാരിദ്ര്യം അതോടെ ഇല്ലാതാവണം. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല ചക്കരെ, ഒന്നുമില്ല. അമ്മ നിങ്ങളെയും വിളിക്കാൻ പറഞ്ഞു. നാളെ നിങ്ങളും വരണം ചേച്ചി. പക്ഷേ നാളെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ വരട്ടെ ചേച്ചി. രണ്ടു കൂട്ടരുടെയും കല്യാണ തീയതി ആലോചിക്കുമ്പോ എനിക്ക് നമ്മുടെ മരണ തീയതി ഓർമ്മ വരുന്നത്. ആവണിയുടെയും വികാസിന്റെയും കല്യാണം നടന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമെന്ന് ആലോചിക്കുമ്പോ തന്നെ അയ്യോ
എന്റെ നെഞ്ചു കിടന്ന് പിടയ്ക്കുവേട്ടാ. വരുന്നുണ്ട്. എന്താണ് അളിയ ഇത്ര സീരിയസ് ആയിട്ട് ഫോണിൽ വായിച്ചോണ്ടിരിക്കുന്നത്? ഗരുഡപുരാണമാ ഇത്. നീ ഇപ്പൊ എന്തിനാടാ ഗരുഡപുരാണവും വായിച്ചോണ്ടിരിക്കുന്നെ? ഇതില് മനുഷ്യൻ മരിച്ച് നരകത്തിലേക്ക് പോയാ അവിടുത്തെ ശിക്ഷകൾ എത്ര ഭയങ്കരമായിരിക്കുമെന്ന് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ടെന്നേ. അങ്ങനത്തെ ശിക്ഷകളെ കുറിച്ച് ഇപ്പൊ വായിച്ചു പഠിക്കേണ്ട കാര്യം എന്താ അളിയ? എന്റെയും അവണിയുടെയും കല്യാണം നടന്നില്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമെന്നല്ലേ ആലോചിക്കുന്നേ? ഫ്യൂച്ചറില് നിങ്ങൾക്ക് എങ്ങനത്തെ പണിഷ്മെന്റ് തന്നാൽ നന്നാകുമെന്ന് ഇപ്പൊ തൊട്ടേ മെന്റലി പ്രിപ്പയർ ചെയ്യുക. എടാ, നീ എന്തിനാ ഞങ്ങളെ ടോർച്ചർ ചെയ്യുന്നത്? ഇങ്ങനെ ദിവസവും ടോർച്ചർ ചെയ്യുന്നതിന് പകരം ഒറ്റ അടിക്ക് അങ്ങ് കൊന്നൂടെ? അതോടെ എല്ലാം തീർന്നു കിട്ടുമല്ലോ. കല്യാണം നടന്നില്ലെങ്കിൽ കൊന്നേക്കാം. എങ്ങനെ കൊല്ലുമെന്നാണോ? വിക്കി, വിടടാ. ഇങ്ങനെ കഴുത്തിന് പിടിച്ച് ഒരിറ്റ് പച്ചവെള്ളം പോലും തരാതെ നരകം കാണിച്ച് കാണിച്ച് കൊല്ലും ഞാൻ. എടാ, വിക്കി, വിടാനാ പറഞ്ഞെ. ചേച്ചി, നിഹാരികയാ വിളിക്കുന്നത്. ഹായ് നിഹാരിക. മമ്മിയും ഡാഡി എന്താ ചെയ്യുന്നേ? ചേച്ചിക്കും അളിയനും യോഗയിലെ വളരെ പ്രധാനപ്പെട്ട പ്രാണായാഗ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോഴാണ് നീ കോൾ ചെയ്തേ. അതെന്തായാലും നന്നായി. ഈയിടെയായിട്ട് മമ്മിക്കും ഡാഡിക്കും സ്ട്രെസ് വളരെ കൂടിയിട്ടുണ്ട്. അത് യോഗ ചെയ്താൽ കുറഞ്ഞു കിട്ടും. യു ആർ റൈറ്റ്. അല്ല, നീ വിളിച്ചെന്തിനാ? ഗുഡ് ന്യൂസ്. ഗുഡ് ന്യൂസ് കേൾക്കാൻ വേണ്ടി എന്റെ മനസ്സ് കാത്തിരിക്കാണ്. പെട്ടെന്ന് പറ. നാളത്തെ പൂജ കഴിഞ്ഞ ശേഷം നമ്മുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുമെന്ന് വേദവതി അമ്മ നേരത്തെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അനൗൺസ് ചെയ്തു. ആണോ? അതെ വിക്കി, സൂപ്പർ ഗുഡ് ന്യൂസ്. എനിക്ക് ഇപ്പൊ ഒരുപാട് സന്തോഷമായി. ഇനി എനിക്ക് ശ്രീകരനെയും കല്യാണം കഴിക്കാം, നിനക്ക് നിന്റെ ആവിനെയും കല്യാണം കഴിക്കാം. ഒരാളും മുടക്കില്ല. അതുറപ്പല്ലേ? ഈ കാര്യം ഗൗതമിയോടും ഡാഡിയോടും പറയണം. ഫോൺ കൊടുക്ക്. ലൗഡ് സ്പീക്കറിലാ ഉള്ളത്. അവരിത് കേൾക്കുന്നുണ്ട്. നീ പറഞ്ഞോ. ഗൗതമി, കാര്യങ്ങളൊക്കെ കേട്ടല്ലോ? ആ, കേട്ടു. പോയ ജീവൻ തിരിച്ചു കിട്ടിയ പോലെയുണ്ട്. വികാസ് യോഗ പഠിപ്പിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. നന്നായിട്ട് പഠിച്ചെടുത്തു. അതൊക്കെ ഞങ്ങൾ പഠിച്ചോളാം. നീ എന്തായാലും ഒരു തടസ്സവും വരാണ്ട് 2 കല്യാണവും നന്നായിട്ട് നടത്താനുള്ള വഴി നോക്ക്. ഷുവർ. ദാ നോക്ക് മോളെ, ഇനി എനിക്കൊരു ജന്മം ഉണ്ടെങ്കിൽ നിന്റെ അമ്മയായിട്ടും ഇവന്റെ ചേച്ചിയായിട്ടും ജനിപ്പിക്കരുതേ എന്ന് നാളത്തെ പൂജയിൽ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോളാം. അതെന്താ അങ്ങനെ പറഞ്ഞത്? അത് ചേച്ചി വെറുതെ ഒരു കോമഡി പറഞ്ഞതാ. ശരി, വെക്കട്ടെ. ബൈ. ലവ് യു ചേച്ചി. ലവ് യു അളിയ. എന്താണോ ദേഷ്യം വന്നാ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയും. സ്നേഹം തോന്നിയാ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കൊന്നുകളയും. മൊത്തത്തിൽ നിന്റെ കൂടെയുള്ള ആളുകൾ എപ്പോഴും മരണത്തെ പേടിച്ചിട്ട് വേണം നടക്കാനല്ലേ? എല്ലാം നിങ്ങളുടെ അനുഗ്രഹം. എടാ, അമ്മേ അന്നപൂർണാദേവി, കല്യാണക്കാര്യവും താലിയുടെ കാര്യവും പെട്ടെന്ന് എല്ലാവരും അറിയണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിലും എന്തുകൊണ്ടോ നിങ്ങൾ എൻ്റെ അടുത്ത് കരുണ കാണിക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിലെന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാളെ എല്ലാവരും ചേർന്ന് ഒരു വിശിഷ്ട പൂജ നടത്തുകയാണ്. ഞാനും നാളെ അതിൽ കുടവെടുത്ത് മഹാകാളിയമ്മയുടെ മുന്നിൽ സമർപ്പിക്കാൻ പോവാണ്. അവിടെ ഞാൻ ആഗ്രഹിക്കാൻ പോകുന്നത് എനിക്കൊരുപാട് സമ്പാദ്യങ്ങൾ വേണമെന്നല്ല, എന്റെ കഴുത്തിലെ താലിക്ക് നീതി ലഭിക്കണമെന്ന് മാത്രം. എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ച് എന്റെ താലിക്കഥ ഒരവസാനത്തിലേക്ക് എത്തിക്കണേ അമ്മേ.
ഇടയ്ക്കിടയ്ക്ക് വന്ന അമ്മയുടെ മേല് ഭാരം ഏൽപ്പിക്കാൻ പാടില്ല അവനി. അമ്മ ചിലപ്പോ പേടിച്ച് ഈ വീട്ടിൽ നിന്നെങ്ങാനും ഇറങ്ങിപ്പോയാലോ? അമ്മ എപ്പോഴും തിന്മയെ ഇറക്കി വിടുമെന്നല്ലാതെ അമ്മ എന്തിനാ നിഹാരിക ഇറങ്ങിപ്പോകുന്നത്? നരഹാസുരന്റെ കഥയും മഹിഷാസുരന്റെ കഥയും വായിച്ചിട്ടില്ലേ? നീ എങ്ങനെ വായിക്കാനാ? അതുകൊണ്ടല്ലേ നീ ഇങ്ങനെ. എന്നിട്ട് എന്താ നീ പ്രാർത്ഥിച്ച്? പ്രാർത്ഥനകള് പുറത്തു പറയാൻ പാടില്ല. നാളെ പൂജയുടെ ഭാഗമാകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എന്താ, എനിക്കത് പറ്റില്ലേ? ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന നിന്നെ പോലുള്ളവർ അതിന്റെ ഭാഗമാകുമ്പോ ഞാൻ ഭാഗമാകുന്നതിൽ എന്താ തെറ്റ്? അമ്മയുടെ മുമ്പില് നീ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും കരഞ്ഞ് അപേക്ഷിച്ചാലും നീ എടുക്കുന്ന കുടം നാളെ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തിനാ നീ ഇപ്പൊ ഇങ്ങനെ ചിരിക്കുന്നെ? നിനക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൂടുതലാ, പക്ഷെ ഫലം എപ്പോഴും വട്ടപൂജ്യം. നടക്കാത്ത കാര്യങ്ങൾ നടത്തിക്കാൻ വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവസാനം നിരാശയല്ലാതെ മറ്റൊന്നും കാണില്ല. ഞാൻ പറഞ്ഞത് നാളെ നടക്കൂ ഇല്ലോന്ന് നീ കണ്ടോ? എന്നെ തടയാൻ നിനക്ക് കഴിയില്ല. കഴിയില്ല. അത്രയ്ക്ക് വിശ്വാസമുണ്ടോ നിനക്ക്? നിനക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ടോ? അതിന് വേണ്ടത് എന്താണെന്ന് വച്ചാ ഞാൻ ചെയ്തിരിക്കുമല്ലോ. നീ എന്തൊക്കെ ചെയ്താലും ഞാൻ തിരിച്ചടിക്കുമല്ലോ. അതെന്താ, ഈ അമ്മ നിന്നെ സഹായിക്കാന്നെങ്ങാനും പറഞ്ഞിരുന്നോ? അന്നപൂർണ ദേവിയുടെ തുണ എനിക്കെപ്പോഴും ഉണ്ടാവും നിഹാരിക. അന്ധവിശ്വാസങ്ങളോടെ ജീവിക്കുന്നത് നിനക്ക് വല്ലാതെ ശീലമായിട്ടുണ്ട്. ദൈവഭക്തി അന്ധവിശ്വാസം അല്ലാന്നു ഉടനെ തന്നെ നിനക്ക് മനസ്സിലാവും. നീ എന്തൊക്കെ പറഞ്ഞാലും നാളെ നീ എന്തായാലും കുടം സമർപ്പിക്കില്ല, അതുറപ്പാ. സമർപ്പിച്ച് കാണിച്ചു തരാം. എന്റെ മനസ്സിലുള്ള ആഗ്രഹം നേടി കാണിച്ചു തരാം. അത് ഞാൻ നിറവേറ്റി കാണിച്ചു തരാം. നിനക്ക് നാളെ ചിലപ്പോ കുടം എടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ അമ്മയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി സമർപ്പിക്കാൻ കഴിയില്ലെന്ന് ഞാൻ നിന്നോട് ചാലഞ്ച് ചെയ്യുന്നു. എന്താ, റെഡിയാണോ നീ? ഞാൻ റെഡിയല്ല. തോറ്റു പോകുമെന്ന പേടി ഇപ്പോഴേ തുടങ്ങിയോ നിനക്ക്? ചലഞ്ചിനും ഒരതിരുണ്ടാവണം. അമ്മയുടെ പൂജയുടെ കാര്യത്തിന് ഞാൻ നിന്നെപ്പോലെ ഒരാളുമായിട്ട് ചലഞ്ചിന് നിൽക്കില്ല. അതൊരു പുണ്യകാര്യമാണ്. പാപങ്ങൾ ചെയ്യുന്ന നിന്നെപ്പോലെ ഒരാളുമായി ചാലഞ്ച് ചെയ്തു കഴിഞ്ഞാ അത് അമ്മയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റിവെച്ച് നീയും നാളെ കുടം സമർപ്പിക്കണമെന്ന് ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ട്. ചേച്ചി, എന്താ വിഷമിച്ചിരിക്കുന്നെ? എന്തു പറ്റിയമ്മേ? എന്റെ വിഷമം മുഴുവൻ നിന്നെ കുറിച്ചാ. കാവ്യ ആദ്യം കുറച്ച് മെലിഞ്ഞിട്ടാണെന്നുള്ളതായിരുന്നു നിന്റെ പ്രശ്നം. ഇപ്പൊ അവള് കുറച്ച് തടിച്ചിട്ടുണ്ടല്ലോ. ഇനി എന്തിനാ വിഷമം? പിസ്ത, ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പ് എന്തൊക്കെ കഴിപ്പാ ഉരുട്ടിയാ കഴിക്കുന്നേ. അച്ഛാ, ഉള്ളതല്ലേ മോളെ പറഞ്ഞത്. എന്നാ ചേച്ചി അങ്ങനെ എന്നെ പറഞ്ഞൂടെ? ഈ കഥ തുടങ്ങിയപ്പോ തൊട്ട് കേക്കുവാ ഞാൻ. എന്റെ സിസ്റ്റർ അതുപോലെയുണ്ട്. ശില്പ ഷെട്ടിയെ പോലെ മെയിൻറ്റെയിൻ ചെയ്യുവാ. മനുഷ്യനാണോ നിങ്ങള്? നിങ്ങൾ ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുന്നുണ്ടോ? മനുഷ്യനായതുകൊണ്ടല്ലേ നിന്നെ കെട്ടിയത്. ഇനി ഒരു അക്ഷരം വേണ്ടിയ വിവരം അറിയും. ചേച്ചി എന്തോ മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുവാ. ഇപ്പൊ ഇങ്ങനത്തെ കോമഡി പറയല്ലേ ചേട്ടാ. എന്താ നിന്റെ പ്രശ്നം വസന്ത? എന്റെ മോളുടെ കല്യാണക്കാര്യം അല്ലാതെ വേറെന്ത് പ്രശ്നം എനിക്കുള്ളത്? അത് എത്ര ആലോചിച്ചിട്ട് ഇപ്പൊ എന്ത് പ്രയോജനം? അത് നടക്കുമെന്ന് തോന്നില്ല. അച്ഛനല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ശകുനക്കേട് പറയാവോ? ശ്രീകറും വികാസും അല്ലാതെ എന്റെ മകൾക്ക് വേറെ ആരെയും കിട്ടില്ലെന്ന് കരുതിയോ? എന്റെ മോൾക്ക് എന്താ ഒരു കുറവുള്ളത്? പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിലും കാവ്യയുടെ ജാതകത്തിലെ കല്യാണരേഖ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുവാണ് ചേച്ചി. അതുകൊണ്ടാ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവസാനം അതൊക്കെ മുടങ്ങിപ്പോകുന്നത്. ഇനി അങ്ങനെ ഉണ്ടാവരുത്. കാവ്യയ്ക്കൊരു നല്ല ആലോചന കൊണ്ടുവരണം. അതുകൊണ്ട്
നാളെ കാവ്യെ കൊണ്ട് കുടം എടുപ്പിച്ച് അമ്മയോട് ശരിക്കും ഞാൻ പ്രാർത്ഥിക്കും. അപ്പോഴെങ്കിലും കല്യാണം നടന്നാലോ കഴിഞ്ഞ വർഷം ശക്തമായിട്ട് പ്രാർത്ഥിച്ചതാണല്ലോ, എന്നിട്ട് നടന്നോ? ഇല്ലല്ലോ. എന്ന് കരുതി വിടാൻ പറ്റുമോ? വിടണമെന്ന് പറഞ്ഞില്ലേ ചേച്ചി? ആവനിയുടെയും നിഹാരികയുടെയും കല്യാണം കഴിയാതെ ഇവളുടെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അച്ഛനും അമ്മ ഇപ്പൊ ഉള്ളത്. അതെ അമ്മേ, അവരുടെ കല്യാണപ്പടത്തിന് താങ്ക്സ് കാർഡ് വീഴാതെ എന്റെ കല്യാണത്തിന്റെ ടൈറ്റിൽ കാർഡ് വീഴില്ല. കൃത്യമായിട്ട് പറഞ്ഞല്ലോ കാവ്യ. രണ്ട് കല്യാണം എങ്ങനെ നടക്കൂന്ന് അറിയാതെ വലിയ ഡ്രാമ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനൊരു സമയത്ത് നിന്റെ കല്യാണക്കാരെ ആര് നോക്കാനാ? വലിയ ബഡ്ജറ്റുള്ള സിനിമ റിലീസ് ചെയ്യാൻ നിൽക്കുമ്പോ കുഞ്ഞു സിനിമകൾ ശ്രദ്ധിക്കില്ല എന്ന് പറയുന്ന പോലെ വലിയ കല്യാണങ്ങൾ കഴിഞ്ഞിട്ടാ കുഞ്ഞു കല്യാണങ്ങൾ. അത്രയും കാലം അനാവശ്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ചിരുന്നോണ്ട് യാതൊരു കാര്യവുമില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കാവ്യക്ക് എല്ലാവരും കൂടി ചേർന്ന് നല്ലൊരു പയ്യനെ കണ്ടെത്തി കല്യാണം നടത്തി കൊടുക്കാം. ഇപ്പൊ ഞാനൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടി വന്നതാ. എന്താ അത്? ഞാനിപ്പോ ആവനിയെ കണ്ടിട്ട് വരുന്ന വഴിയാ. നാളെ കൊടമെടുക്കുന്ന കാര്യത്തെ ചൊല്ലി ഞങ്ങൾക്കിടയിൽ ഒരു ഡിസ്കഷൻ ഉണ്ടായി. അമ്മയുടെ മുമ്പില് നീ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും കരഞ്ഞ് അപേക്ഷിച്ചാലും നീ എടുക്കുന്ന കുടം നാളെ അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സമർപ്പിച്ച് കാണിച്ചു തരാം. എന്റെ മനസ്സിലുള്ള ആഗ്രഹം നേടി കാണിച്ചു തരാം. അത് ഞാൻ നിറവേറ്റി കാണിച്ചു തരാം. നിനക്ക് നാളെ ചിലപ്പോ കുടം എടുക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ അമ്മയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി സമർപ്പിക്കാൻ കഴിയില്ലെന്ന് ഞാൻ നിന്നോട് ചാലഞ്ച് ചെയ്യുന്നു. എന്താ, റെഡിയാണോ നീ? നിങ്ങൾ എല്ലാവരും എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. സദാ സിദ്ധമല്ലേ ഞങ്ങളതിന്. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. നാളെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാ, അതാണ് കാര്യം. മനസ്സിലായല്ലോ? നന്നായിട്ട് മനസ്സിലായി. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു നിഹാരിക? എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നുള്ള വാശിയുള്ളതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് പൃഥ്വിരാജേട്ടാ. എന്നെ ജയിപ്പിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കാ. അപ്പൊ എല്ലാവർക്കും ആവിനെ നോക്കി ഇഷ്ടം പോലെ ചിരിക്കാൻ പറ്റും. കേട്ടല്ലോ? ശരി. അവനി, നിന്നെ ഒന്ന് മുട്ടുകുത്തിക്കാൻ വേണ്ടി എന്റെ സൈന്യം തയ്യാറായി കഴിഞ്ഞു. നാളെ നിനക്ക് എന്തൊക്കെ സംഭവിച്ചാലും എന്നേക്കാൾ മുമ്പ് നിനക്ക് കൂടെ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റില്ല. അവനെയും ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നോ? ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചെടുത്ത ഫോട്ടോസ് എല്ലാം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഭദ്രമായി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്കിടയിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അവനി എൻ്റെ ബന്ധുവായതുകൊണ്ട് മാത്രം ഇത്ര ക്ലോസ് ആവാൻ കഴിയില്ല. മറ്റെന്തോ ഒന്നുണ്ട്. എനിക്കിപ്പം തന്നെ അവനിയോട് അത് ചോദിക്കണം. അവനി, ഏട്ടാ,